ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾക്ക് ഫസ്റ്റിനെ നന്ദി പറയുകയാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കേടാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ക്യൂമിൻ സീഡും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാതും നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇത് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ അരമണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ചിക്കനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് വരണം. അപ്പോൾ നമ്മുടെ സൺഫ്ലവർ ഓയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ കുറച്ച് എണ്ണയാണ് യൂസ് ചെയ്യുന്നുള്ളത്. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മാത്രമല്ല നമുക്ക് അധികം അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇതിൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. എണ്ണയുടെ ഉപയോഗം വളരെ കുറച്ചിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കറിവേപ്പില എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മലയാളികളുടെ എല്ലാ ഫുഡിലും കറിവേപ്പില ഒരു മെയിനായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം നമ്മൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഈ ചിക്കൻ നമുക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ വെന്ത് വരട്ടെ. അങ്ങനെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് നോക്കണം. അപ്പം നമുക്ക് ഒരു കഷ്ണം എടുത്ത് നോക്കിയിട്ട് വെന്തോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി
ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ സവോള എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 3 വറ്റൽമുളകും ഒരു 10-11 കാഷ്യൂനട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 10-15 ചെറുള്ളിയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കുക. അത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് വറ്റൽമുളകിനെ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളക് മൂത്ത് വന്നു. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കാഷ്യൂനട്ടും വറ്റൽമുളകും നന്നായിട്ട് മൂത്ത് വരണം. അപ്പം നമ്മുടെ കാഷ്യൂനട്ടും വറ്റൽമുളകും ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് നമ്മുടെ വറ്റൽമുളകൊക്കെ ആഡ് ചെയ്തു അരച്ചു കൊടുത്തു. ഇനി അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കണം. അത് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് ഈ എണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് മൂപ്പായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാന്താരി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കാന്താരി മുളകാണ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര മുളക് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 10-15 ഉള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്, അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിയും കൂടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇനി ഇത് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസിൻ്റെ സവാളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചെറുള്ളിയും സവാളയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ ഇതിനെ വഴറ്റിയെടുത്തുകൊണ്ടിരിക്കണം. ഈ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോഴാണ് നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്, ആ ഗ്രേവിയുടെ. അപ്പോൾ ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറ് ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ ഗോൾഡൻ ബ്രൗൺ ആയ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അല്പം ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം.
അതിന് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മിക്സിനെ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അല്പസമയത്തിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ് ചേർക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരപ്പാണ് നമ്മുടെ ഗ്രേവിനെ നല്ല തിക്കാക്കുന്ന മെയിനായിട്ടുള്ളൊരു ഘടകം. അപ്പോൾ നമ്മൾ ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. മാത്രമല്ല ഞാൻ ഇവിടെ ടൊമാറ്റോ നമ്മൾ പച്ചയ്ക്കാണ് നമ്മൾ അതിൽ അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം ഉണ്ടാവും. ഈ പച്ചമണം പോവാനായിട്ടാണ് ഇതിനെ നന്നായിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പച്ചമണം അടിച്ചാൽ നമ്മുടെ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പച്ചമണം മാറാനായിട്ട് നമ്മൾ വീണ്ടും ഇതിനെ നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിനെ നല്ലവണ്ണം ഈ ഗ്രേവി ആയിട്ട് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഗ്രേവിയും കൂടിയിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ സ്മെല്ലൊക്കെ കാരണം എൻ്റെ വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കണം. അപ്പം ഈ ഗ്രേവിയും ചിക്കനൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം അല്പസമയത്തിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ചിക്കനും ഗ്രേവിയും ഒക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ ഗ്രേവി നല്ല കുറുകി ചിക്കനായിട്ട് ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി മാത്രമല്ല നമുക്ക് ഇത്തിരി ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് ആ ഒരു സ്മെല്ല് എപ്പോഴും ഗരം മസാല ആഡ് ചെയ്യുമ്പോഴാണ് ആ സ്മെല്ല് അങ്ങോട്ട് കൂടുതൽ വരിക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഓക്കെ, ബൈ. ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടി അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ല എന്താ പറയുക വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നമ്മുടെ തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ വേപ്പിലുണ്ട്.